ഇഷ്ടായി. ഇഷ്ടായി. നല്ല ടേസ്റ്റ്. ഞാൻ എന്റെ കാര്യം ചോദിച്ചത്. പങ്കുവയ്ക്കൂ സ്നേഹത്തിന്റെ രുചി. ഇവിടെ എല്ലാം സ്പെഷ്യലാണ്. ദ സോൾട്ട് റെസ്റ്റോറന്റ്, കാക്കനാട്, തോപ്പുംപടി ആൻഡ് പനമ്പള്ളി നഗർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി UDF തൊടുപുഴയിൽ കരിദിനം ആചരിച്ചു. 9 വർഷം ഇടതുഭരണം കേരളത്തെ തകർത്തതായി UDF ഇടുക്കി ജില്ലാ കൺവീനർ പ്രൊഫസർ MJ ജേക്കബ് പറഞ്ഞു. 2016-ൽ LDF അധികാരത്തിൽ വന്നപ്പോൾ 1.50 ലക്ഷം കോടി ആയിരുന്നു പൊതുകടം. 9 വർഷം കഴിഞ്ഞപ്പോൾ 6 ലക്ഷം കോടിയിലേക്ക് ഉയർത്തി. കേരളത്തെ കടക്കണിയിലാക്കിയതാണ് പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമെന്നും അദ്ദേഹം പറഞ്ഞു. UDF സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച കരിദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സന്നദ്ധ സംഘടനകളടക്കം പാർട്ടികളടക്കം ഈ രാജ്യത്ത് തിരിച്ച് വീടുകൾ ഉണ്ടാക്കിയപ്പോൾ അവർ വാങ്ങിയ സംഭാവന കൊണ്ട് അവർക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ വാങ്ങിക്കൊടുത്തപ്പോൾ അവരുടെ കണ്ണീരൊപ്പിയപ്പോൾ 740 കോടി ഉറുപ്പിക ജനം കൊടുത്തത് നമുക്കറിയാം. 100 ദിവസത്തോളമായി കേരളത്തിലെ തലസ്ഥാന നഗരിൽ ആശാ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് 100 രൂപ പോലും വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ അവരുടെ വാർഷിക മാമാങ്കം നടത്തുന്നതിന് വേണ്ടിയാണ് 200 കോടി രൂപ. തൊടുപുഴ പട്ടണത്തിൽ നടത്തിയ കനികൊടി പ്രകടനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ TS ശംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KM ഷുക്കൂർ മുഖ്യ പ്രഭാഷണം നടത്തി. നേതാക്കളായ അബു ജോൺ ജോസഫ്, NI ബെന്നി, M മോനിച്ചൻ, TJ പീറ്റർ, രാജു ഓടയ്ക്കൽ, ബ്ലെയ്സ് ടിവായിൽ, MB കരീം, കൃഷ്ണൻ കണിയാമ്പുറം, ജോൺസ് ജോർജ്, P ഗംഗാധരൻ, ടോമി മുടിക്കച്ചാലിൽ, സണ്ണി കളപ്പുര, KG സജിമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ.